അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പുതിയൊരു അറിവാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ നാമങ്ങൾ 99 നാമങ്ങളിൽപ്പെട്ട 4 അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചുമാണ് ഇന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഈ 4 നാമങ്ങൾ നമ്മൾ കൂട്ടിച്ചേർത്ത് നമ്മുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നമ്മുടെ നടക്കാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് നേട്ടം കൊയ്യാൻ കഴിയുന്ന ദിക്റുകളാണ്. നമ്മൾ പൈസയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടാകാം. അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്കൊന്നും നടക്കുന്നില്ല, നമ്മുടെ കാര്യങ്ങളൊന്നും നേടാൻ കഴിയുന്നില്ല എന്നുള്ള അതിഭയങ്കരമായ വിഷമത്തിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിനും നമുക്ക് അതിനുള്ള വഴി റബ്ബിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്നതാണെങ്കിലോ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഈ ദിക്റുകൾ ചൊല്ലുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ആ ദിക്റുകൾ ഏതൊക്കെയാണ്? യാ ഫത്താഹു യാ അല്ലാഹ്, യാ റസ്സാഖു യാ അല്ലാഹ്, യാ കരീമു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്. നിങ്ങളിത് ഓതേണ്ട വിധമെന്ന് പറഞ്ഞാൽ യാ ഫത്താഹു യാ റസ്സാഖു യാ കരീമു യാ വഹാബ്, യാ ഫത്താഹു യാ റസ്സാഖ് യാ കരീമു യാ വഹാബ്. ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വേണം ഓതാൻ. നിങ്ങൾക്ക് ആവശ്യമുള്ള എണ്ണം കണക്കാക്കി നിങ്ങൾക്ക് ചൊല്ലാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സമയത്ത് ചൊല്ലാം. അതാണ് ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോ എല്ലാ ഫർള് നമസ്കാരങ്ങളുടെ ഇടയിൽ വേണമെങ്കിലും ചൊല്ലാം. ഒരു 33 തവണ ചൊല്ലാം. വേണമെങ്കിൽ ഒരു തവണ ദിവസവും ഒരു തവണ ചൊല്ലാം, അല്ലെങ്കിൽ 3 തവണ ചൊല്ലാം. നിങ്ങൾക്ക് കഴിയുന്നത്ര അളവിലും ചൊല്ലാം. അതുപോലെ തന്നെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പാകത്തിനുള്ള ആ സമയത്ത് വേണമെങ്കിലും ചൊല്ലാം. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നടക്കാത്ത ഏതൊരു കാര്യം നടക്കുന്നതിനും നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ചൊല്ലി തുടങ്ങിയത് മുതൽ ഞാനിതാ ഇൻഷാ അല്ലാഹ് ഉറപ്പു തരുന്നു, അത്രയ്ക്കും മാത്രം നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ കഴിയുന്ന 4 ദിക്റുകൾ എന്ന് വേണമെങ്കിലും പറയാം. തീർച്ചയായിട്ടും ഒരുപാട് വിഷമങ്ങളും അതിലേറെ സങ്കടങ്ങളും ദുരിതങ്ങളുമായിട്ട് കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തിൽ ഒരുപാടധികം മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ദിക്റ് കൂടെയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ചൊല്ലുക. തീർച്ചയായിട്ടും വെറുതെ പറയുന്നതല്ല. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഏറ്റവും മഹത്തായ എല്ലാ ഇസ്മുകളും മഹത്തായ ഓരോന്നിനും ചൊല്ലാൻ കഴിയുന്ന ഇസ്മുകളാണ്. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കുകയാണെങ്കിൽ അതിലേറെ ഉത്തമമാണ്. അതുപോലെ തന്നെ അതിലുള്ള ഈ 4 ദിക്റുകൾ കൂട്ടിച്ചേർത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിൽ പരം വേറെ ഒരു ഭാഗ്യവും ജീവിതത്തിൽ കിട്ടുവാനില്ല. നിങ്ങൾ ഇത് ജീവിതത്തിൽ ഉടനീളം ഒരു കണക്ക് വെച്ചിട്ട് നിങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് അത് നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക. ഇത് ചൊല്ലി തുടങ്ങുന്നതിലൂടെ തന്നെ ഇൻഷാ അല്ലാഹ് അത്ഭുതങ്ങളാണ് കാണുവാൻ ഇരിക്കുന്നത്. ഓരോ കാര്യങ്ങളിലും നമുക്ക് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും. നമുക്ക് ഇത് ചൊല്ലാതിരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ അറിയാത്ത സമയത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എല്ലാത്തിനും തടസ്സം. എന്ത് ചെയ്താലും ഒരു കാര്യത്തിലും നേട്ടവുമില്ല, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഗുണവുമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ തന്നെ മനസ്സിനൊരു ആശങ്ക, ഒരു എന്താ പറയുക, ഫാമിലി പ്രോബ്ലംസ്, ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടി ജീവിക്കുന്നവരാണ്. പക്ഷെ ഇൻഷാ അല്ലാഹ് ഈ ദുആ അല്ലെങ്കിൽ ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ നമുക്ക് ഏറെക്കുറെ നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കുവാനാവും. ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം, അതുപോലെ തന്നെ വിവാഹം മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് കല്യാണ ആലോചനകൾ വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ തന്നെ ഒരുപാട് നേട്ടങ്ങളുള്ള ദിക്റുകളാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കടങ്ങൾ തീരാനും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുവാനും ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ചൊല്ലുക. എനിക്ക് അതിന്റെ മഹത്വങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത്, നിങ്ങളെ കൊണ്ട് ചൊല്ലുക എന്ന് പറയുന്നത്. ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളും ഇതുപോലുള്ള ദിക്റുകളും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ
ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് വീണ്ടും പുതിയ പുതിയ ചെറിയ ചെറിയ അറിവുകൾ കിട്ടണമെങ്കിൽ, നല്ല നല്ല കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് തന്നെ ഇടുക. എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും വീഡിയോ കാണുന്നവർ ഒരു സലാം കമന്റിലൂടെ അറിയിക്കുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ അത് നോക്കിയിട്ട് അതിന്റെ റിപ്ലൈ തരാൻ കഴിയുമെങ്കിൽ തരിക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും പുതിയ വീഡിയോയുമായിട്ട് കാണാം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവരിലേക്ക് ഒരു അറിയാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. ജാരിയായ സ്വതക്കയാണ്. നമ്മളൊരു ഇൽമ് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരു ജാരിയായ സ്വതക്കയാണ്. നമ്മുടെ ഏതെല്ലാം കാര്യങ്ങൾ ദിവസവും നമ്മുടെ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ വളരെ അധികം ജീവിതത്തിൽ നിങ്ങൾക്കും അതിൻ്റെ ഉള്ള നേട്ടം കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതൊരു ഓതുവാനും അതിലൂടെ നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ എല്ലാവരിലോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.